ഓക്കെ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഏതാണെന്ന് പറഞ്ഞെങ്കിൽ P&ID ഡയഗ്രാം എന്ന് പറഞ്ഞ ഒരു പാർട്ടാണ് നോക്കാൻ പോകുന്നത്. P&ID ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പൈപ്പിംഗ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഡ്രോയിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു വീട് പണിയാനായിട്ട് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യും, സിവിൽ എഞ്ചിനീയേഴ്സ് അവരുടെ അടുത്ത് കൊടുത്തിട്ട് നമ്മൾ ആ വീട് വരയ്ക്കാനുള്ള പ്ലാൻ വന്നിട്ട് വരയ്ക്കും അല്ലേ. അതായത് റൂം ഇത്ര ഇവിടെ വേണം, ജനൽ ഇവിടെ ഇങ്ങനെ വേണം, ഇവിടെ വേണം, അടുക്കള ഇങ്ങനെ വേണം, അങ്ങനെ വരച്ചെടുക്കും അല്ലേ. അത് വെച്ചിട്ടാണല്ലോ ഒരു കൺസ്ട്രക്ഷൻ ആൾ എന്ത് ചെയ്യും, അത് വെച്ചിട്ട് പണിഞ്ഞെടുക്കും അല്ലേ. അപ്പോൾ ഒരു പ്ലാനെ കാണുമ്പോൾ തന്നെ അത് എന്താണ് ആ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവും. അതേപോലെ തന്നെയാണ് പൈപ്പിംഗ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഡ്രോയിങ് എന്ന് പറഞ്ഞത്. അതായത് നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയിലൊക്കെ നിങ്ങളിപ്പോൾ ഇനിയിപ്പോൾ ഇൻറ്റേൺഷിപ്പിന് പോകുമ്പോൾ കാണാൻ പറ്റും. ഇൻറ്റേൺഷിപ്പിന് പോകുമ്പോഴേക്കും എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ പ്ലാന്റുകളൊക്കെ ഉണ്ടാവും അല്ലേ, ഫിക്സ്ഡ് ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ. അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ ചെയ്യണം മുമ്പ് പ്രോജക്റ്റായിട്ട് ചെയ്യണം. ഈ പ്രോജക്റ്റ് ചെയ്യണം മുമ്പ് അതിൻ്റേതായിട്ടുള്ള പ്ലാന്റ് വന്നിട്ട് അവർ വരച്ചെടുക്കും. അപ്പോൾ ഈ പ്ലാന്റ് കാണുമ്പോൾ തന്നെ അത് എന്തൊക്കെ കോമ്പണൻസുകൾ ആ പ്ലാന്റിൽ കണക്ഷൻസ് ചെയ്യാനുണ്ട്, പിന്നെ എന്തൊക്കെ സിഗ്നൽസ് ആണ്. ചിലപ്പോൾ ഇപ്പോൾ ഒരു പൈപ്പ് എന്താണ് ഒരു സിഗ്നൽ പോകുന്നത് ഇലക്ട്രിക്കൽ സിഗ്നലാണോ, അല്ലെങ്കിൽ ന്യൂമാറ്റിക് സിഗ്നലാണോ, അല്ലെങ്കിൽ ഹൈഡ്രോളിക് എന്ന് പറയുമ്പോൾ ലിക്വിഡ് വെച്ചിട്ടുള്ള സിഗ്നൽസ് ആണോ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കും. ഇപ്പോൾ അവിടെ മെഷർമെൻറ്റ് ചെയ്യുന്നത് പ്രഷറായിരിക്കാം, ഫ്ലോ ആയിരിക്കാം, ടെമ്പറേച്ചർ ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിരിക്കാം അല്ലേ. അപ്പോൾ അതൊക്കെ ഓരോന്നും മനസ്സിലാക്കുന്നത് ആ ഡ്രോയിങ്ങിൽ കൂടി. ഇപ്പോൾ ഒരാൾ പ്ലാന്റ് ഉണ്ടാക്കി ആ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള ആ പ്ലാനൊക്കെ വരച്ചെടുത്ത് വെച്ചു. ഇനി അയാൾ വേറെ എവിടെയെങ്കിലും ട്രാൻസ്ഫറായി പോയി, അപ്പോൾ വേറെ ഒരാൾ ആ പൊസിഷനിൽ വരുമ്പോഴത്തേക്കും ആ പ്ലാന്റ് എങ്ങനെയാണ് കറക്റ്റ് പാർട്സൊക്കെ വെച്ചിരിക്കണതെന്നുള്ളത് എന്നാണ് ഈ പ്ലാൻ നോക്കിക്കഴിഞ്ഞെങ്കിൽ തന്നെ, ഈ ഡ്രോയിങ് നോക്കിക്കഴിയുമ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ കണക്ഷൻസ് ചെയ്യുന്ന ഒരു ഡയഗ്രാമായിട്ട് ഡ്രോയിങ് ആയിട്ട് വരയ്ക്കുന്നതെയാണ് പൈപ്പിംഗ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഡ്രോയിങ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് P&ID എന്ന് പറയുന്നത്. ഇത് മാറിപ്പോകരുത്. ഇനി അടുത്ത് നമ്മൾ രണ്ടാമത് മോഡ്യൂളിനകത്തൊക്കെ PID എന്ന് പറഞ്ഞതും കൂടി പഠിക്കും. അത് വേറെയാണ്. ഇവിടെ ഇടയ്ക്ക് ആൻഡ് കയറി വരുന്നുണ്ട്. P&ID, P ആൻഡ് വന്നു കഴിഞ്ഞെങ്കിൽ അത് പൈപ്പിംഗ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഡ്രോയിങ് ആണെന്ന് വിചാരിച്ചോ. ഇതെന്താണ്, ഒരു ഡ്രോയിങ് കാണുമ്പോൾ തന്നെ ഞാനിവിടെ ലൈൻ ഇട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പോയിൻറ്റ്സുകളൊക്കെ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പൈപ്പിംഗ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഡ്രോയിങ് എന്ന് പറഞ്ഞതാണ് P&ID എന്ന് പറഞ്ഞ് എഴുതുക. ഇത് കാണുമ്പോൾ തന്നെ, ഈ ഡ്രോയിങ് കാണുമ്പോൾ തന്നെ എന്ത് മനസ്സിലാകും, ഒരു എൻറ്റയർ പ്രോസസ്സ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് മനസ്സിലാകും. അതായത് എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ സിഗ്നൽസ് ഉണ്ട്, എന്തൊക്കെ എന്താണ് സെൻസാർസ് ആണ്, എന്തൊക്കെയാണ് ട്രാൻസ്ഡ്യൂസേഴ്സും, അല്ലെങ്കിൽ എന്തൊക്കെ ലൈൻസുകളാണ് സിഗ്നൽസ് ആയിട്ട് പോകുന്നത്, മൊത്തം മാനുഫാക്ചറിങ് സീക്വൻസ് എന്താണെന്നുള്ള കംപ്ലീറ്റ് വർക്ക് ആ ഡ്രോയിങ്ങിൽ കൂടി മനസ്സിലാവും എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇതാണ് അത് ഒരു എക്സാമ്പിൾക്ക് ഞാൻ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് കാണിക്കുന്ന മുമ്പ് വേറെ ഒരു ഇതും കൂടി പറഞ്ഞു തരാം. അതായത് P&IDക്ക് സിമ്പിൾസ് ഉണ്ട്. അതായത് സിമ്പിൾസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്ന, ഇപ്പം നമ്മൾ ഒരു പ്ലാന്റ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിൽ വന്നിട്ട് വരുന്ന ലൈൻ വന്നിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ ആണെന്ന് കാണിക്കുമ്പോഴത്തേക്കും ഇത് കണ്ടോ ഡോട്ടഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത്. ഇത് ഒരു ഇലക്ട്രിക്കൽ വിത്ത് മാഗ്നറ്റിക് നമ്മൾ സിഗ്നലായിട്ട് മാറ്റിയെടുക്കില്ലേ. അപ്പോൾ ഇങ്ങനെ ലൈൻ വരച്ചിട്ട് AC പോലെ അതിൻ്റെ മേലിൽ ഇങ്ങനെ വരയ്ക്കും. ഹൈഡ്രോളിക് സിഗ്നൽസ് ആണെന്നുണ്ടെങ്കിൽ L പോലെ അതിൻ്റെ മേലിൽ വരയ്ക്കും. ന്യൂമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബാർ ഇട്ടിട്ട് ഇങ്ങനെ വരയ്ക്കും. ജസ്റ്റ് ഒരു പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ ലൈനായിട്ട് ഇങ്ങനെ വരയ്ക്കും. ഈ സിമ്പിൾസൊക്കെ ഒരു എക്സാമ്പിൾസ്ക്ക് വേണ്ടി തന്നിരിക്കുന്നതാണ്. ഇതേ സമയത്ത് ഇപ്പോൾ ഈ ലൈനുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു പ്ലാന്റ് വരച്ചെടുക്കും. ഇനി ആ പ്ലാന്റ് വരച്ച ഇതിനകത്ത് ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ പറയണതിന് എക്സാമ്പിൾ പറയുമ്പോഴേക്കും ഇപ്പോൾ ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിനകത്ത് ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിനകത്ത് ഒരു മോട്ടർ വെച്ചിട്ട് ഞാൻ എന്താണ് പൈപ്പിൽ കൂടി വെള്ളം വന്നിട്ട് നിറച്ചുകൊണ്ടിരിക്കണേന്. ഇവിടെ അതിൻ്റെ ഫ്ലോ വന്നിട്ട് മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫ്ലോ ട്രാൻസ്മിറ്റർ വന്നിട്ട് വെക്കുന്നുണ്ട്. ഈ ടാങ്കിൽ നിന്ന് വരുന്ന കണക്ഷൻസ് വന്നിട്ട് പുറത്തുനിന്ന് നമ്മൾ വെള്ളം എടുത്തിട്ട് വേറെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഞാൻ കൊടുക്കാൻ പോവുക. അപ്പോൾ ഇവിടെ വരുന്ന ഔട്ട് ഫ്ലോ എത്രയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെയും ഒരു ഫ്ലോ ട്രാൻസ്മിറ്ററൊക്കെ നമ്മൾ വെക്കുന്നുണ്ട്. ഇനി ഇവിടെ വന്ന് വീണ സ്ഥലത്ത് വന്നിട്ട് എന്താണ്
വെള്ളം വന്നിട്ട് നമ്മൾ ചൂടാക്കുന്നതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടെമ്പറേച്ചർ ട്രാൻസ്മിറ്ററും കൂടി ഞാൻ വെക്കുന്നുണ്ട്. ഇവിടുത്തെ വരുന്ന വെള്ളം എത്ര ചൂടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടെമ്പറേച്ചർ ട്രാൻസ്മിറ്റർ വന്നിട്ട് വെക്കുന്നുണ്ട്. സപ്പോസ് ഇപ്പോൾ ഇത് നോക്കിയേ, ഇതെല്ലാം ഒരേപോലെ, ഇപ്പോൾ ഇതും എഫ് ടി ആണ്, ഫ്ലോ ട്രാൻസ്മിറ്റർ ആണ്, ഇത് ടെമ്പറേച്ചർ ട്രാൻസ്മിറ്റർ ആണ്. ഇപ്പം ഞാൻ ഒരു ടെക്നീഷ്യൻ ആളുടെ അടുത്ത് പറയണേനും ആ ഫ്ലോ ട്രാൻസ്മിറ്ററിൽ എത്ര റീഡിംഗ് ആണെന്ന് പോയി നോക്കാൻ പറയണേനും. അപ്പോൾ അയാൾ വിചാരിക്കൂലേ ഇവിടെ 2 ഫ്ലോ ട്രാൻസ്മിറ്റർ ഉണ്ടല്ലോ മാഡം, ഏതാണ് നോക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അപ്പോഴാണ് പറയുന്നത് ഇവിടെ ഒരു നമ്പർ ഇട്ട് വെക്കും. അതായത് 101, 102 എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നമ്പറൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ടാഗ് നമ്പർ എന്ന് നമ്മൾ പറയും. അങ്ങനെ ഇടുമ്പോഴേക്കും അപ്പോൾ പറയുമ്പോൾ എന്താണ്, ആ ഫ്ലോ ട്രാൻസ്മിറ്റർ 102-ലുള്ള റീഡിങ് എത്രയാണെന്ന് നോക്കാമെന്ന് പറയുമ്പോഴേക്കും അയാൾ ഈ ഒരു റീഡിംഗ് ആയിരിക്കും പോയി നോക്കിയിട്ട് വന്നിട്ട് പറയുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നമ്പറാണ് ഈ അടിയിൽ ഇരിക്കുന്ന നമ്പർ. ആ നമ്പർ വന്നിട്ട് ഇങ്ങനെ ഒരു സർക്കിൾ പോലെ വരച്ചിട്ട് എഫ് ടി എന്നോ, ഫ്ലോ ട്രാൻസ്മിറ്റർ ആണെങ്കിൽ എഫ് ടി, ടെമ്പറേച്ചർ ട്രാൻസ്മിറ്റർ ആണെങ്കിൽ ടി അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് 103 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടെക്നീഷ്യന്മാർക്കും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതേ സമയത്ത് ഇങ്ങനെയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫ്ലോ ട്രാൻസ്മിറ്റർ തന്നെ ഉണ്ട്, ഇത് വന്നിട്ട് ലൈനായിട്ടല്ലാതെ ലൈനായിട്ട് ഇവിടെ ഞാൻ വരച്ച് കാണിച്ചത് ആദ്യം വെറുതെ എഫ് സി. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾക്ക് കാണിച്ചിരിക്കുന്നത് എഫ് സി ഇട്ടിട്ട് 117 എന്നുണ്ട്. എഫ് സി ഇട്ടിട്ട് ഒരു ലൈൻ വരച്ചിട്ട് 117 ഉണ്ട്. എഫ് സി ഇട്ടിട്ട് അടിയിൽ ഡോട്ടഡ് ലൈൻ ഇട്ടിട്ടാണ് 117 ഉള്ളത്. അപ്പോൾ ആദ്യം വരച്ചിരിക്കുന്ന എഫ് സി എല്ലാവർക്കും അടുത്തുള്ളതിനും വ്യത്യാസമുണ്ട്. ആദ്യം വരച്ചതിൻ്റെ എഫ് സി ഇട്ടിട്ട് 117 ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ടെക്നീഷ്യന്മാർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തത് എന്താ, എഫ് സി ബൈ 117 എന്ന് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ആ ടെക്നീഷ്യൻക്കും മേലിൽ ഒരു ഹെഡ് ഉണ്ടാവുമല്ലോ, അയാൾക്കും കൂടി അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് എഫ് സി 117. പക്ഷേ ഈ ലോക്കലി മൗണ്ടഡിലുള്ള ടെക്നീഷ്യൻക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ആ അടിയിലുള്ള എഫ് സി ലൈനായിട്ട് ഇരിക്കുന്ന ഫ്ലോ കൺട്രോൾ വന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇത് മെയിൻ എഞ്ചിനീയർക്ക് മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസായിട്ടായിരുന്നു ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനെ ചെയ്യുന്നത് ഡോട്ടഡ് ലൈനിൽ ഇട്ടിട്ടുണ്ടാകും. എക്സാമ്പിൾക്ക് ഞാനിപ്പോൾ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്കൊരു ക്ലാസ് ലീഡർ ഉണ്ട്, ഒരു ക്ലാസ് ടീച്ചർ ഉണ്ട്, ഒരു പ്രിൻസിപ്പൽ ഉണ്ടെന്ന് വിചാരിച്ചു. അതായത് നിങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലാസ് ലീഡറായിരിക്കും. ക്ലാസ് ലീഡറേയും കൂടി മൊത്തത്തിലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ആർക്കും, ക്ലാസ് ടീച്ചർക്കായിരിക്കും. എല്ലാവരെയും കൂടി, അതായത് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ എല്ലാത്തെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ്, പ്രിൻസിപ്പൾക്ക് മാത്രമാണ് അല്ലേ. അതേപോലെ തന്നെ ക്ലാസ് ടീച്ചറായിട്ട് ക്ലാസ് ലീഡറായിട്ട് വരുന്നതാണ് ഞാനിപ്പോൾ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്. അടുത്തത് ക്ലാസ് ടീച്ചറായിട്ട് വരുന്നതാണ് എഫ് സി 117 അടിയിൽ കണ്ടിന്യൂസ് ലൈൻ ഇരിക്കുന്നത്. പ്രിൻസിപ്പൾക്ക് മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് എഫ് സി 117. ഞാൻ എക്സാമ്പിൾക്ക് പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാം. ഇതുപോലെ ഇത് എഫ് സി എന്ന് പറഞ്ഞാൽ ഫ്ലോ കൺട്രോളറാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് എഫ് ടി ആണ്, അത് ഫ്ലോ ട്രാൻസ്മിറ്റർ ആണ്. അപ്പം ഇങ്ങനെ ഓരോ സിമ്പിളായിട്ട് എഴുതണം. ഇപ്പം അതിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ലെറ്റേഴ്സും കൂടി ഇതിനകത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ലെറ്റേഴ്സ്, ഫസ്റ്റ് ലെറ്റർ എ ആണെന്നുണ്ടെങ്കിൽ അത് അനലൈസിസ് ആണ്. സെക്കൻഡ് ലെറ്റർ എ ആണെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അലാറം ആണെന്ന് വിചാരിക്കുക. അതായത് ഫോർ എക്സാമ്പിൾക്ക് ഇപ്പം പി എ എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പി എ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാണുന്നത് പ്രഷറാണ്, അടുത്തത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലാറമാണ്. പ്രഷർ അലാറം എന്ന് പറഞ്ഞിട്ടാണ്. ഇതേത് ടി എന്നാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാണുന്ന ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറാണ്, അടുത്ത കാണുന്ന ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ട്രാൻസ്മിറ്റർ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫസ്റ്റ് ലെറ്റർ സെക്കൻഡ് ലെറ്റർ വന്നിട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ പി പ്രഷർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. രണ്ടാമതായിട്ട് പി വരുവാണെന്നുണ്ടെങ്കിൽ പോയിന്റ് എന്നായിരിക്കും.
ഇപ്പോൾ സ്പീഡ് സ്വിച്ച് SS എന്നായിരിക്കും. അപ്പോൾ എന്താണ് ഫസ്റ്റ് വരുന്ന S എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്നും സെക്കൻഡ് വരുന്ന S എന്ന് പറഞ്ഞാൽ സ്വിച്ച് എന്നുള്ളതും മനസ്സിലാക്കാം. ഇത് നമ്മൾ ഓരോ ലെറ്റേഴ്സുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നതാണ്. അടുത്തത് ഇനി സിമ്പിൾസും കൂടി പഠിക്കാം. നിങ്ങൾ ഓറിഫൈസ് പ്ലേറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടാകും ഫ്ലോ മെഷർമെൻറ്റിനകത്ത്. ഓറിഫൈസ് പ്ലേറ്റ്, വെഞ്ചുറി ട്യൂബ്, ഫ്ലോ നോസിൽ, ഓരോ വാൽവുകളൊക്കെ പല ടൈപ്പ് വാൽവുകളുണ്ട്. ബോൾ വാൽവ്, ബട്ടർഫ്ലൈ വാൽവ്, ഗ്ലോബ് വാൽവ് എന്നൊക്കെ. അപ്പോൾ അതിനേതായിട്ടുള്ള ഒരു സിമ്പിൾസൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ കുറച്ച് സിമ്പിൾസ് മാത്രം കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓറിഫൈസ് പ്ലേറ്റ് ആണ് ആ ഡ്രോയിങ്ങിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓറിഫൈസ് പ്ലേറ്റ് ഇങ്ങനെ കപ്പാസിറ്റർ പോലെ വരച്ചിട്ടായിരിക്കും അത് സിമ്പിളായിട്ട് കാണിക്കുന്നത്. വെഞ്ചുറി ട്യൂബ് അല്ലെങ്കിൽ ഫ്ലോ നോസിൽസ് ആണ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ അടുത്ത സിമ്പിൾസ് വന്നിട്ട് കാണിക്കും. മാഗ്നറ്റിക് ഫ്ലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ മറിഞ്ഞ് എഴുതിയിട്ട് അങ്ങനെ കാണിക്കും. റോട്ടാമീറ്റർ ആണെങ്കിൽ അങ്ങനെ സിമ്പിൾ. അടുത്തത് അടിയിൽ കാണിച്ചിരിക്കുന്നത് കൺട്രോൾ വാൾവാണ്. ഇങ്ങനെ പല പല സിമ്പിൾസുകളൊക്കെ ആയിട്ടായിരിക്കും കാണിക്കുന്നത് കേട്ടോ. ഇനി ഒരു എക്സാമ്പിളായിട്ട് ഒരു ഡ്രോയിങ് വന്നിട്ട് കാണിച്ചു തരാം. P&ID ഡ്രോയിങ് വന്നിട്ട് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞെങ്കിൽ ഇതൊരു പ്ലാന്റിൻ്റെ ഡ്രോയിങ് ആണെന്ന് വിചാരിച്ചോ. ഇതിനകത്ത് ഇപ്പോൾ ഈ ഡ്രോയിങ് ഒരാൾ വരച്ചതാണ്. അപ്പോൾ ഈ ഡ്രോയിങ് നമ്മൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്താണ് TC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൺട്രോളറാണ്. TT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ട്രാൻസ്മിറ്റർ ആണ്. ഇനി ഈ ഡോട്ടഡ് ലൈൻ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് മീനിങ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഡോട്ടഡ് ലൈനായിട്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയേ ഇലക്ട്രിക്കൽ സിഗ്നലാണ് വരുന്നത്. അതായത് എന്താണ് ലൈൻ ഇട്ടിട്ട് പാരലായിട്ട് രണ്ട് വര പോലെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ന്യൂമാറ്റിക് ആയിരുന്നു. ഓക്കെ, അതല്ല ഈ FT എന്ന് FC-യിലൊക്കെ എഴുതിയിരിക്കുന്നത് ന്യൂമാറ്റിക് ലൈനാണ്. അതുപോലെ പ്രഷർ സിഗ്നൽ ലൈൻ 3 to 15 PSI എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നതും നോക്കിയാൽ അവിടെയും ന്യൂമാറ്റിക് ലൈനാണ്. ഇത് കൺട്രോൾ വാൽവുക്ക് സിമ്പിൾ വരച്ചിട്ടുണ്ട്. ഓറിഫൈസ് പ്ലേറ്റിക്കും സിമ്പിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്ത് സിഗ്നൽസാണ് വരുന്നത്, എന്താണ് സെൻസേഴ്സുകളൊക്കെയാണ് ഇവിടെ കണക്ഷൻസ് ചെയ്തിട്ടുള്ളത് മനസ്സിലാകും. ഇതിനെയാണ് പൈപ്പിംഗ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഡ്രോയിങ് പറഞ്ഞത്. അപ്പോൾ ഇതിനെ പറയാൻ വേണ്ടിയിട്ട് ആദ്യം പൈപ്പിംഗ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് എഴുതുക. അത് എന്ന് പറഞ്ഞിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു എൻറ്റയർ പ്രോസസ്സിൻ്റെ ഡയഗ്രാമിയാണ് വരയ്ക്കുന്നത് എന്ന് പറഞ്ഞു പറയുക. അതിനകത്ത് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന സിഗ്നൽസ് ഏതൊക്കെയാണ് ഇൻസ്ട്രുമെൻസുകളൊക്കെ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, എവിടെ നിന്ന് എങ്ങനെയാണ് കണക്ഷൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മൊത്തത്തിൽ എന്താണ് ഡയഗ്രാമായിട്ട് കാണിക്കുന്നതാണ് P&ID എന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് ഈ സിമ്പിൾസിനെ കുറിച്ചിട്ട് എഴുതാം. എന്താണ് സിമ്പിൾസ് ഇതാണ് P&IDയുടെ സം സിഗ്നൽസ്. ഈ സിഗ്നൽസൊക്കെ ഒരിക്കലും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കാപ്പിലറി ട്യൂബ് ആണെങ്കിൽ എങ്ങനെ വരയ്ക്കും, ഇലക്ട്രിക്കൽ സിഗ്നൽ ആണെങ്കിൽ എങ്ങനെ വരയ്ക്കും എന്ന് പറഞ്ഞിട്ട് ഇതും ചോദിച്ചിട്ടുണ്ട്. എന്താണ് മെയിൻ എഞ്ചിനീയേഴ്സ്ക്ക് മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ, അതായത് കൺട്രോൾ റൂം മൗണ്ടഡ് ബിഹൈൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻ റൂം വന്നിട്ട് ഒരു കണ്ണാടി ചില്ലിട്ട് റൂമിലൊക്കെ ആയിരിക്കും. അവിടെ നിന്നായിരിക്കും മെയിൻ എഞ്ചിനീയേഴ്സ് വന്നിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് മാത്രമേ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് കൺട്രോൾ റൂം മൗണ്ടഡ് ബിഹൈൻഡ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിരിക്കുന്നത്. അതായത് കൺട്രോൾ റൂം ബോർഡ് മൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയർക്ക് അടുത്ത ഒരാളുണ്ടാവില്ലേ അയാൾക്കും കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റേത് ടെക്നീഷ്യൻസ് മാത്രമായിട്ട് കൺട്രോൾ ചെയ്യുന്നതാണ് ലോക്കലി മൗണ്ടഡ് എന്ന് പറഞ്ഞത്. ആ ലോക്കലി മൗണ്ടഡ് എന്ന് പറഞ്ഞത് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൾക്ക് വരെപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ലോക്കലി മൗണ്ടഡ്. ഇത് പറയാം. എന്നിട്ട് ജസ്റ്റ് ഇത് എല്ലാ ലെറ്റേഴ്സും ഒന്നും പഠിക്കണമെന്നില്ല. ഫസ്റ്റ് ലെറ്റർ സെക്കൻഡ് ലെറ്റർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളായിട്ട് ഇങ്ങനെ എന്താണെന്നുള്ള എക്സ്പ്ലനേഷൻ ഒരു PT എന്നിട്ടിട്ടോ TT എന്നിട്ടിട്ടോ അങ്ങനെ എക്സ്പ്ലനേഷൻ ചെയ്താലും മതി. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് സിമ്പിൾസ് ആയിട്ട് നമ്മൾ 1-2 സിമ്പിൾസ് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ഡ്രോയിങ് എഞ്ചിനീയറിംഗ് പ്ലാന്റിൻ്റെ ഒരു ഡ്രോയിങ് വന്നിട്ടും കൂടി നിങ്ങളായിട്ട് തന്നെ ഒരു ഹീറ്ററും ഒരു കൺട്രോൾ വാൽവൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റീം ലൈനും വെച്ചിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽസൊക്കെ വെച്ചിട്ട് നിങ്ങളായിട്ട് ഒരു ഡ്രോയിങ് വരച്ചാൽ മതി. ഇത് തന്നെ വരയ്ക്കണമെന്നില്ല കേട്ടോ. ആ പ്ലാന്റുകൾ വരയ്ക്കുന്നത് പോലെ ഒരു ഡ്രോയിങ് വരച്ചാൽ മതി. ഓക്കെ.